2011 ഒക്ടോബർ 27-നാണ് ബ്ലാക്ക്ബെറി പോർഷെ ഡിസൈൻ P9981 ഔദ്യോഗികമായി അനൗൺസ് ചെയ്തത്. നൈറ്റ് എന്ന കോഡ് നെയിമിൽ അറിയപ്പെട്ടിരുന്ന ഈ ഡിവൈസ് ബ്ലാക്ക്ബെറിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഇത് ബ്ലാക്ക്ബെറിയും പോർഷെ ഡിസൈനും ചേർന്ന് നിർമ്മിച്ച ആദ്യ ലക്ഷറി സ്മാർട്ട് ഫോൺ ആയിരുന്നു. ഈ ഫോൺ ബ്ലാക്ക്ബെറി ബോൾട്ട് 9900 അടിസ്ഥാനമാക്കിയാണെങ്കിലും P9981 ഒരു മാസ് മാർക്കറ്റ് ഡിവൈസായി ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. ഇതിന്റെ ലോഞ്ച് പ്രൈസ് ഏകദേശം $2300 ആയതിനാൽ ഇത് സാധാരണ ഉപഭോക്താക്കൾക്കല്ല, മറിച്ച് എലൈറ്റ് ബിസിനസ് ക്ലാസ് ആൻഡ് ലക്ഷറി ബയേഴ്സിന് മാത്രമായി ഡിസൈൻ ചെയ്തതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഫോൺ UK-യിലെ ലണ്ടൻ ഹാരോഡ്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ മാത്രം എക്സ്ക്ലൂസീവായി വിൽപ്പനയ്ക്ക് എത്തിച്ചു. അതുവഴി തന്നെ ബ്ലാക്ക്ബെറി ഈ ഡിവൈസിനെ ഒരു സ്റ്റാറ്റസ് ഒബ്ജക്റ്റായി എസ്റ്റാബ്ലിഷ് ചെയ്യുകയായിരുന്നു. ഈ കൊളാബറേഷന്റെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പോർഷെ ഡിസൈൻ CEO ഒരു ഹാർഡ് കോർ ബ്ലാക്ക്ബെറി ഫാൻ ആയിരുന്നു. അദ്ദേഹം നേരിട്ട് റിസർച്ച് ഇൻ മോഷനെ സമീപിച്ചാണ് ഈ പാർട്ട്ണർഷിപ്പ് ആരംഭിച്ചത്. പോർഷെ ഡിസൈൻ ഇതിനു മുൻപ് ഫീച്ചർ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിലും സ്മാർട്ട് ഫോൺ സെഗ്മെന്റിലേക്ക് എൻ്റർ ചെയ്യണം എന്ന ആഗ്രഹം P9981 വഴിതെളിച്ചു. ഇനി ഈ ഫോണിന്റെ എഞ്ചിനീയറിംഗ് ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ ഫോൺ ലിറ്ററലി ഒരു എഞ്ചിനീയറിംഗ് ആർട്ടാണ്. സിംഗിൾ ബ്ലോക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമിൽ നിന്നാണ് ബോഡി മെഷീൻ ചെയ്തിരിക്കുന്നത്. ഇതിനു മുകളിൽ മെറ്റൽ ക്വാർട്ടി കീബോർഡ് 4 സ്ട്രേറ്റ് റോസിലായി പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ്. സ്ക്രീനിന് താഴെ ഗ്ലാസ് ഫിനിഷ്ഡ് ഉള്ള 5 ബട്ടൺസ്. എന്നാൽ ഈ ഫോണിന്റെ മെറ്റൽ ബോഡി റേഡിയോ സിഗ്നൽസിനെ ബാധിക്കും എന്നതിനാൽ ആന്റിന ഹൗസിംഗ് ചെയ്യാൻ കീബോർഡിന്റെ താഴെയുള്ള ബട്ടൺ എഡ്ജ് പ്ലാസ്റ്റിക്കിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് കോംപ്രമൈസ് അല്ല, സ്മാർട്ട് എഞ്ചിനീയറിംഗ് ഡിസിഷൻ തന്നെയായിരുന്നു അത്. ഈ ഫോണിന്റെ ബാക്ക് പാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷറി ഫീൽ പീക്കിലെത്തും. ഹാൻഡ് റാപ്പഡ് ജെന്യൂൻ ലെതർ ബാക്ക്, മാസ് പ്രൊഡക്ഷൻ ഫീൽ ഒന്നുമില്ല. ഓരോ യൂണിറ്റിനും ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ എക്സാമ്പിൾ ആണ്. സോഫ്റ്റ്വെയർ ഭാഗത്ത് ഇത് ബ്ലാക്ക്ബെറി OS 7 ആണ് ഉപയോഗിക്കുന്നത്. ബോൾട്ട് 9900 വളരെ സിമിലർ, പക്ഷേ P9981 ഒരു എക്സ്ക്ലൂസീവ് പോർഷെ ഡിസൈൻ യൂസർ ഇന്റർഫേസ് നൽകിയിരുന്നു. ഐക്കൺസ്, ഫോൺസ്, ട്രാൻസിഷൻസ് എല്ലാം ലക്ഷറി തീമിൽ കസ്റ്റമൈസ്ഡ്. അന്നത്തെ കാലത്ത് ബ്ലാക്ക്ബെറി മെസ്സഞ്ചർ കമ്മ്യൂണിക്കേഷൻ ലോകം തന്നെ ചേഞ്ച് ചെയ്തിരുന്നു. ഓരോ ബ്ലാക്ക്ബെറി ഡിവൈസിനും യുണീക്ക് 8 ക്യാരക്ടർ ഹെക്സാഡെസിമൽ പിൻ ഉണ്ടായിരുന്നു. പോർഷെ ഡിസൈൻ ഡിവൈസിനെ കൂടുതൽ എക്സ്ക്ലൂസീവ് ആക്കാൻ ബ്ലാക്ക്ബെറി സ്പെഷ്യൽ 2AA സീരീസ് പിൻ കോഡ്സ് അസൈൻ ചെയ്തു. അതായത് ബ്ലാക്ക്ബെറി മെസ്സഞ്ചറിൽ തന്നെ പോർഷെ ഡിസൈൻ യൂസർ ആണെന്ന് മറ്റുള്ളവർക്ക് ഇൻസ്റ്റന്റ്ലി തിരിച്ചറിയാം. ഏകദേശം 155 ഗ്രാം ആയിരുന്നു ഈ ഡിവൈസിന്റെ വെയിറ്റ്. സോളിഡ് ആൻഡ് പ്രീമിയം ഫീല് നൽകുന്ന ഈ ഫോൺ പ്ലാസ്റ്റിക് ഫോണിന്റെ കാലത്ത് ഒരു മെറ്റൽ ബീസ്റ്റ് തന്നെയായിരുന്നു. ഈ ഫോണിന്റെ ഏറ്റവും ഫാസിനേറ്റിംഗ് ഫുട് നോട്ട് 2013-ലാണ്. ലോഞ്ച് കഴിഞ്ഞ് ഏകദേശം 1.5 വർഷത്തിനു ശേഷം 24 ക്യാരറ്റ് ഗോൾഡിൽ ലിമിറ്റഡ് എഡിഷൻ വേർഷൻ ബ്ലാക്ക്ബെറി അൺവീൽ ചെയ്തു. അത് ഏകദേശം 25 യൂണിറ്റ് മാത്രമാണ്. അതിന്റെ അന്നത്തെ വില ഏകദേശം $25,000 ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇത് വെറും ഒരു ഫോണല്ല, ഒരു ലക്ഷറി സിമ്പിൾ തന്നെയായിരുന്നു എന്ന്.